നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 18 ഇന്നു മുതൽ നല്ല കാലം വരാൻ പോകുന്ന ഗജകേസരി യോഗം എന്ന് പറയാൻ പറ്റുന്ന ഒരു ഭാഗ്യയോഗത്തിലേക്ക് അല്ലെങ്കിൽ നമസ്കാരം. ഭാഗ്യകാലത്തിലേക്ക് ലൈഫ് ഓഫ് വരാൻ ലക്ഷ്യയുടെ പോകുന്ന മറ്റൊരു അധ്യായത്തിലേക്ക് കഴിഞ്ഞ സ്വാഗതം. കാലത്ത് ഇവർക്ക് ജൂലൈ 18 ഇന്നു അനുഭവിക്കേണ്ടി മുതൽ നല്ല കാലം ഇത് വരാൻ മാറുന്ന പോകുന്ന ഒരു കാലമാണ്. ഗജകേസരി യോഗം എന്ന് തുടങ്ങാൻ പറയാൻ പോകുന്നത്. പറ്റുന്ന എന്തു കാര്യത്തിലും ഒരു തടസ്സം ഭാഗ്യയോഗത്തിലേക്ക് വന്നിരുന്ന ഒരു ഭാഗ്യകാലത്തിലേക്ക് സമയമായിരുന്നു വരാൻ കഴിഞ്ഞു പോകുന്ന പോയ ചില നക്ഷത്രക്കാരുണ്ട്. ഫലം കഴിഞ്ഞ ഇതുവരെ കാലത്ത് എന്ത് ഏറെ കാര്യം പ്രതിസന്ധി ചെയ്താലും അതിന് ഫലം ലഭിക്കാതെ പോയിരുന്ന ഒരു കാലഘട്ടം ഒരു ഒരു കാലമാണ്. കാലമാണ്. ഉയർച്ച വരാത്ത തുടങ്ങാൻ സമയമായിരുന്നു പോകുന്നത് എന്ന് തന്നെ വേണം എന്തു പറയാൻ. കാര്യത്തിലും എന്നാൽ തടസ്സം ഇന്ന് മുതൽ സമയമായിരുന്നു. അതായത് ജൂലൈ 18 കഴിഞ്ഞു പോയ ആ ഇവർക്ക് കാലഘട്ടം നല്ല ഫലം വരാൻ ഫലം പോകുന്നു. ഇതുവരെ ദ്വാദശി എന്ത് ദിനമായ കാര്യം ഇന്ന് ചെയ്താലും രണ്ടാം ഫലം പിറവി ലഭിക്കാതെ പറയാം. പോയിരുന്ന ഒരു അപ്പോൾ ഇവരുടെ കാലഘട്ടം ദോഷഫലങ്ങൾ കൂടിയായിരുന്നു. മാറി ഉയർച്ച നല്ല വരാത്ത സമയമായിരുന്നു സമയമാണ് എന്ന് വേണം ഇത്. പറയാൻ. കടം മാറാനുള്ള എന്നാൽ ഇന്ന് മുതൽ സമയമാണ്. അതായത് ധനവരവ് ജൂലൈ ധനം 18 വന്നു മുതൽ സമയമാണ്. ഇവർക്ക് ഇതിനിപ്പം നല്ല ഫലം വരാൻ പോകുന്നു. ദ്വാദശി ഏറെ ദിനമായ ഫലം ലഭിക്കുകയും ഇന്ന് ചെയ്യുന്ന രണ്ടാം ഒരു പിറവി സമയം പറയാം. അപ്പോൾ ഇവരുടെ ദോഷഫലങ്ങൾ മാറി നക്ഷത്രക്കാർക്ക് നല്ല സമയം ജൂലൈ 18 ഇന്ന് മുതൽ കടം ഗജകേസരി മാറാനുള്ള യോഗത്തിന് സമയമാണ്. തുല്യമായ ഫലം ധനവരവ് കൂടിയ ജീവിത ജീവിത ഗുണങ്ങൾ സമയമാണ്. അനുഭവം ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ ഏറെ ഫലം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്ക് വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ യോഗത്തിന് യോഗത്തിനുമായി ഫലം എന്ന് തോന്നുകയാണെങ്കിൽ ജീവിത ഗുണങ്ങൾ ജീവിത അനുഭവം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇന്നത്തെ അധ്യായത്തിലോട്ടുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നക്ഷത്രം മുഴുവനായി കണ്ടതിന് ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുണകരമായി അപ്പോൾ ഇത് ബുധൻ ജന്മരാശിയുടെ 10ാം ഭാവത്തിലാണ് ചാനൽ വരുന്നത്. ഇവർക്ക് ധനാനുഭവം അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് നോക്കാം. ഇവരുടെ നക്ഷത്രം ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കഷ്ടനഷ്ടങ്ങളും ഒക്കെ തീരും ഇവരുടെ ജീവിതത്തിൽ. അപ്പോൾ ഇത് ബുധൻ ജന്മരാശിയുടെ 10ാം ശിവപ്രീതി വരുത്തേണ്ടുന്നത് ഇവർക്ക് ധനാനുഭവം ധനം അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം വന്നു ചേരും. ഇവർക്ക് ഉണ്ടായിരുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കഷ്ടനഷ്ടങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. നേട്ടമായിരുന്ന ഏറെ വന്നു ചേരാൻ പോകുന്ന അവസാനിക്കുന്ന ഇവർ ശിവപ്രീതി വരുത്തേണ്ടതാകുന്ന സമയമാണ്. ഓം നമ ശിവായ എന്ന മൂലമന്ത്രം ജപിക്കുക. ശിവപ്രീതികരമായ കാര്യങ്ങൾ നമ്മുടെ ഭാഗ്യം അത്യാവശ്യമാണ്. ഏറെ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തകരാൻ കഴിയുന്ന അവസാനിക്കുന്ന സമയമാണ്. ഗുണമുണ്ടാകുന്ന സമയമാണ്. ഓം നമ ശിവായ എന്ന മൂലമന്ത്രം ജപിക്കുക. യോഗം കാണും വഴിപാടുകൾ കഴിക്കേണ്ട സമയമാണ്. ബിസിനസ് എന്നിവയ്ക്കെല്ലാം വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് തേടാൻ കഴിയുന്ന ഒരു കൂടുതലായി ഏറ്റുവാങ്ങേണ്ടത് ഗുണത്തോടെ വർദ്ധിച്ചു വരുന്നതിന് വേണ്ടി ശിവക്ഷേത്രം നിങ്ങളെ സഹായിക്കുന്നത് നടത്തേണ്ടത് അത്യാവശ്യമാണ്. വഴിപാട് അടുത്തതായി ഗജകേസരി യോഗം എന്ന് പറയാവുന്ന നക്ഷത്രം ചിങ്ങക്കൂറിലെ ഭാഗമാണ്. ഇവർക്ക് ശുക്രൻ ജന്മരാശികളിലേക്ക് കൂടുതലായി ഏറ്റുവാങ്ങേണ്ടത് ധാരാളം ഭാഗ്യം അധികരിക്കുന്നതിന് നിങ്ങളെ സഹായിക്കുകയാണ്. ഭാഗ്യം വന്നു ചേരും. അടുത്തതായി ഗജകേസരി യോഗം എന്ന് പറയാവുന്ന കഴിയുന്ന അവസരമാണ്. രക്ഷപ്പെടാനുള്ളതാണ്. ഇവർക്ക് ശുക്രൻ ജന്മരാശിയുടെ 12ാം ഭാവത്തിലാണ് വരുത്തുക. അതേപോലെ തന്നെ കൂവളമാല, എരിക്കിന് ഉണ്ടാകുന്ന മാല ഇവരുടെ ഭാഗ്യം വന്നു ചേരും. മറ്റുള്ള തർക്കങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയുന്ന അവസരമാണ്. രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയും സാധ്യതയും നല്ല കാര്യങ്ങൾ നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുകയും പ്രീതി വരുത്തുക. അതേപോലെ തന്നെ കൂവളമാല, എരിക്കിൻ പൂവിട്ടുള്ള മാല എന്നിവയ്ക്ക് ഭഗവാൻ സമർപ്പിച്ച് പ്രാർത്ഥന അധികമായി നമ്മുടെ കയ്യിൽ കൊണ്ടുവരുമ്പോൾ അതുകൊണ്ട് അറിയിച്ചു പോകാതെ പ്രാർത്ഥനയും കാണിക്കാൻ കൂടി നല്ല കാര്യങ്ങൾ നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുകയും വേണം. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ദുരിതമായി വിനിയോഗിക്കാനുമാണ് ഇന്ന് മുതൽ മറ്റുള്ളവരെ അധികമായി നമ്മുടെ നേരത്തെ കുറെ സഹായിച്ചു കാണും. അതിന് ഇതുവരെ ലഭിക്കാതിരിക്കാൻ കൂടിയൊന്ന് നമ്മൾ സഹായിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ദുരിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. മറ്റുള്ളവരെ ചെയ്ത പ്രവർത്തിക്ക് നേരത്തെ കുറെ സഹായിച്ചു കാണും. അതിന് ഇതുവരെ ലഭിക്കാത്ത അല്ലെങ്കിലൊക്കെ നമ്മൾ സഹായിച്ചു ലഭിക്കുന്നത് നമുക്ക് ഒരു അവസരമാണ്. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആളുകൾ ചില വെല്ലുവിളികളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. നമ്മൾക്ക് ഇവർക്ക് ചെയ്ത ഇതുവരെ ഉണ്ടായിരുന്ന അബദ്ധങ്ങളല്ല നിങ്ങൾക്ക് തിരുത്താൻ കഴിയുന്ന വാക്കുകളായാണ്. പലരും നിങ്ങളെ ചമക്കുകയും ലഭിക്കുന്നതും ചെയ്തിട്ടുണ്ട്. അവർക്കുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ജീവിതത്തിലെ വെല്ലുവിളികളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന അബദ്ധങ്ങളൊക്കെ നിങ്ങൾക്ക് തിരുത്താൻ കഴിയുന്ന ഒരു സമയമാണ്.
പലരും നിങ്ങളെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത് തിരിച്ചടിക്കുന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല. നിങ്ങൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചടിയായി സംശയം ഏതും വേണ്ടാത്ത കാര്യം കൈയുടെ ആ സഹായങ്ങൾ പലർക്കും ഒരാൾക്ക് സഹായം ചെയ്തത് ഒരിക്കലും ആ സഹായത്തിൽ വിഷമിപ്പിച്ച് ആളുകൾ മരണ ഉണ്ടായിരിക്കണം എന്ന് പറയാറില്ല. അതേപോലെ തന്നെ സന്തോഷിക്കാനുള്ള ചെയ്യുന്നത് ആയിരിക്കും. അതേപോലെ തന്നെ ശിവപ്രതികരമായ കാര്യങ്ങൾ വേണ്ടാത്ത കാര്യമാണ് ക്ഷേത്ര ദർശനം കൂടി നടത്തി വഴിപാടുകളും ഉണ്ടായതെങ്കിൽ ആ വിഷമിപ്പിച്ച ആളുകൾ. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. ഇവരുടെ ദേവിയുടെ അവരുടെ നക്ഷത്രം ചെയ്യുന്നത് ആയിരിക്കും. അതേപോലെ തന്നെ ശിവപ്രതികരമായ കാര്യങ്ങൾ ചെയ്യുക അനുഭവയോഗ്യമായ ക്ഷേത്രമാണ്. ഇതിനെ നടത്തി വഴിപാട് വിധങ്ങളും അവസാനിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ആഗ്രഹിച്ച കാർത്തിക നേടിയെടുക്കാൻ സാധിക്കുന്ന ദേവിയുടെ അനുഗ്രഹമാണ്. നക്ഷത്രമാണ് കാർത്തിക. ഇവർ തന്നെ ചെയ്യും സർവ്വ ഐശ്വര്യം വളരെ കാർത്തിക നക്ഷത്രക്കാർക്കുണ്ടാകുന്ന യോഗ്യമാക്കിയിട്ടുള്ള എല്ലാ സമയങ്ങളും അവസാനിക്കുന്ന പ്രയാസങ്ങൾ അവസാനിക്കുന്ന ഒരു ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ എത്തപ്പെട്ടിരിക്കുന്നത് വന്നു ചേരുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം പൂരാടമാണ്. ഇവർക്ക് അമ്മ മഹാമായയുടെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു യോഗമാണ്. ഇവർക്ക് സമയമാണ്. പ്രയാസങ്ങൾ അവസാനിക്കുന്ന വെല്ലുവിളികളും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. ധനം സമ്പാദിക്കപ്പെട്ടിരിക്കുന്നു കഴിയുന്ന ഒരു സമയം കൂടിയാണ്. ഇതുവരെ അടുത്ത നക്ഷത്രം പൂരാടമാണ്. ഇവർക്ക് അമ്മ മഹാമായയുടെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇവർ വിദ്യാശയുടെ അനുഗ്രഹത്താൽ മാറുന്ന ഒരു സമയം. പല വെല്ലുവിളികളും അതിജീവിച്ച് മുന്നോട്ട് ഏറെ നല്ല ഫലങ്ങൾ സമയമാണ് നൽകുന്നതുമായിരിക്കാൻ കഴിയുന്ന. അടുത്ത നക്ഷത്രം ചതയമാണ്. ഇവർക്ക് എന്ത് പ്രശ്നങ്ങളും സങ്കടങ്ങളും സാധിക്കുന്ന ഒരു സമയമാണ്. വിദേശവാസ യോഗം അനുഗ്രഹത്താൽ മാറുന്ന ഒരു സമയം കൂടിയാണ്. അമ്മ നാരായണ ചൊല്ലുക ഇതേറെ നല്ല ഗുണങ്ങൾ നിൽക്കുന്നവർക്ക് നൽകുന്നതുമായിരിക്കും. അടുത്ത നക്ഷത്രം ചതയമാണ്. ഇവർക്ക് നേടിയെടുക്കാൻ സങ്കടങ്ങളൊക്കെ സമയമാണ്. സാധിക്കില്ല നേട്ടമാണ്. വിദേശവാസ യോഗം നടത്തേണ്ടതുമാണ്. അത്യാവശ്യം വിദേശത്ത് പോകാതിരിക്കാനും പോകുവാനും അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ വിളക്കുകൾ കത്തിക്കേണ്ടതും പൂവളം സമ്പാദിക്കുവാൻ ഭഗവാൻ സമയമാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. നിങ്ങൾക്ക് എല്ലാ അതാത് സമയമാണ് ചെയ്യുവാനും പ്രീതിപ്പെടുത്തേണ്ടതും അത്യാവശ്യമായ പാപത്തിൽ പോകാതിരിക്കാൻ പോകാനും പ്രീതിപ്പെടുത്തേണ്ട അത്യാവശ്യമാണ്. ഈ വിളക്കുകൾ കത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഭഗവാൻ ശിവക്ഷേത്രം. അടുത്തത് രേവതിയാണ്. അടുത്ത നക്ഷത്രം. ഇവർക്ക് ഏറെ കഷ്ടകാലമായിരുന്നു. ഭാഗ്യം മാറുന്ന ഒരു സമയമാണ്. ഭാഗ്യം ഇവരെ തേടി വരുന്ന സമയമാണ്. ഇവർക്ക് ഒരു നല്ല മാറ്റം തന്നെ ആരംഭിക്കുന്ന സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കേണ്ടത് ഉയർച്ചയും പോസിറ്റീവ് ഊർജ്ജവും വന്നു ചേരുന്ന ഒരു രേവതിയാണ് നക്ഷത്രം. ഇവർക്ക് എന്തു കാര്യമായിരുന്നു വിജയിക്കണം എന്ന സമയമാണ്. ഭാഗ്യം തന്നെ തേടി വരുന്ന സമയമാണ്. ഇവർക്ക് ഒരു നല്ല മാറ്റം തന്നെ ആരംഭിക്കുന്ന സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കും. ഉയർച്ചയും പോസിറ്റീവ് ഊർജ്ജവും വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് എന്തു കാര്യം ചെയ്യുമ്പോഴും വിജയിക്കണം സർവ്വ ഐശ്വര്യം വെച്ചുകൊണ്ടുള്ള എന്ത് പ്രവൃത്തികൾ ചെയ്യണം നല്ലൊരു മാറ്റം വിശ്വാസങ്ങളിലേക്ക് തന്നെ നിങ്ങൾ എത്തിക്കുമ്പോഴാണ് യോഗ്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന പല മാറ്റങ്ങൾ ഒരു സമയത്തിലേക്ക് വഴിതെളിഞ്ഞു. അതുകൊണ്ട് അവസരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. സർവ്വ ഐശ്വര്യങ്ങളും മംഗളങ്ങളും വന്ന സമയമായി നല്ലൊരു മാറ്റം ഈ നക്ഷത്രം എത്തട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കാം. അതോടൊപ്പം തന്നെ മനസ്സിലാക്കാൻ വഴിപാടുകൾ നടത്തുക. പല മാറ്റങ്ങൾ ശിവങ്ങളുടെ ജീവിതത്തിലേക്ക് വഴിതെളിഞ്ഞു തൊട്ടടുത്തുള്ള സ്ഥലം കൂടിയാണ്. അപ്പോൾ കർക്കിടക മാസം ഏവർക്കും നല്ലൊരു സമയമായി നല്ലൊരു അനുഭവയോഗ്യമായ ഗുണങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും എത്തട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അതോടൊപ്പം മഹാദേവന് വഴിപാടുകൾ നടത്തുക. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദൂരെ എങ്ങും പോകേണ്ട തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ. അദ്ദേഹം അനുഗ്രഹങ്ങൾ ചൊരിയുന്നതായിരിക്കും. നന്ദി.